ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് പോവാണ്. അപ്പം ഞങ്ങൾ ഇതാണ് എടുത്തേക്കുന്ന സ്ഥലമെന്ന് വെച്ചാൽ തായ്ലൻഡാണ്. അപ്പം 5 ദിവസത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വണ്ടി എടുത്ത് നേരെ എയർപോർട്ടിലേക്ക് പോകാം. അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി അമ്മയും അനിയത്തിമാരൊക്കെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് തിരിച്ചിടാം. ഗൈസ് നോക്കൂ, എൻ്റെ കൂട്ടുകാരൻ പോവാണ് ഗൈസ്. എങ്ങോട്ടാണ് പോകുന്നത്? തായ്ലൻഡാ. ഗുഡ് ബോയ് ഗോസ് ടു ഹെവൻ. ഈ ബാങ്കോക്കിലും പോരടാ. താടി വന്നു ഗൈസ്. ആൾക്ക് കള്ളം പറയുന്നതാണ് ഗൈസ്. കാരണം എനിക്ക് വരുന്നത് ഇത്ര ഇവനൊക്കെ ഇത്ര ഉള്ളതന്നെ എങ്ങനെയൊക്കെ പൈസ കൊടുത്ത് വെച്ച് പഠിപ്പിച്ചേക്കുന്നുണ്ട്. നമുക്ക് കണ്ടാലേ ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ്. ഞാൻ പഠിച്ച ഇപ്പൊ പറഞ്ഞു. പിന്നെ അവന്റെ റിക്വസ്റ്റ് കാരണം പറയാത്തതാണ്. കേട്ടല്ലോ. എല്ലാം പറയാനുണ്ടോ? എനിക്കെല്ലാം പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനുണ്ട്. എന്താ? എനിക്കൊന്നും പറയാനില്ല. വ്ളോഗൊക്കെ വരും കണ്ടു ഗൈസ്. അപ്പം ഞാൻ ട്രിപ്പ് പോവാണ്. കുറച്ച് ദിവസം ഇവിടെ കാണയില്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നെ കാണാൻ വന്നതാണ്. അപ്പോൾ അവർ വന്നു, വർത്താനമൊക്കെ പറഞ്ഞ് പോയി അടിച്ചു പൊളിച്ചു പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് പയ്യെ അവർ പോയി. ഗൈസ് അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. പാക്ക് ചെയ്ത ബാഗെല്ലാം വണ്ടിയെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ പയ്യെ വണ്ടി എടുത്തിട്ട് ഇറങ്ങുകയാണ്. വീട്ടിൽ നിന്ന് പയ്യെ വണ്ടി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം ഞങ്ങൾക്ക് എയർപോർട്ടിൽ ചെല്ലേണ്ടത് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ്. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയായിരുന്നു. ഞങ്ങൾക്ക് എറണാകുളം വരെ ഒന്ന് പോകേണ്ട കാര്യമുണ്ട്. പിന്നെ വണ്ടി എയർപോർട്ടിൽ പാർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ 6 ദിവസത്തേക്ക് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് പോകാനാണ് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് ഗൈസ്. അപ്പോൾ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. ഗൈസ് ഇപ്പോൾ വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പൈസയൊക്കെ അടച്ച് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഗൈസ് അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. അപ്പോൾ ചെക്ക് ഇൻ ചെയ്തു. ഇനി ഇമിഗ്രേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് നേരം അവിടെ വെറുതെ ഇരിക്കാം. ഗൈസ് അപ്പോൾ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2 മണിയായി. 2 മണിയല്ല, ഇപ്പോൾ കറക്റ്റ് ഏതാണ്ട് 3 മണിയായി. കാരണം ശരിക്കും 2 മണിക്കാണ് പ്ലെയിൻ എടുക്കേണ്ടത്. പിന്നെ 1 മണിക്കൂർ ഡിലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം 3 മണി സമയമായപ്പോഴാണ് പ്ലെയിനെ ഞങ്ങളെ കയറ്റി വിടുന്നത്. അപ്പോൾ പയ്യെ പ്ലെയിനെ കയറിയിട്ടുണ്ട്. ഗൈസ് അപ്പം ഞാൻ വിൻഡോ സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. രാത്രി ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. അപ്പം പ്ലെയിൻ പയ്യെ ടേക്ക് ഓഫ് ആയിട്ടുണ്ട്. ഗൈസ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പ്ലെയിനിൽ നിന്ന് പിസ്സ പോലൊരു സംഭവം കിട്ടിയിട്ടുണ്ട്.
ഇതൊക്കെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ അതൊക്കെ കഴിച്ച് കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമായിരുന്നു. ഗൈസ് അപ്പം ഇതിപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തായ്ലൻഡ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാറായിട്ടുണ്ട്. ഗൈസ് അപ്പോൾ പ്ലെയിൻ ലാൻഡ് ആകാറായി. ഗൈസ് അപ്പോൾ പ്ലെയിൻ ലാൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് നൈസായിട്ട് വെളിയിലേക്ക് ഇറങ്ങാം. ഗൈസ് അപ്പോൾ ഇവിടുത്തെ ഇമിഗ്രേഷൻ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി ബാഗൊക്കെ പിക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ഇതാണ് ഞങ്ങൾക്ക് പോകാനുള്ള ടാക്സി. അപ്പം ഇതൊക്കെ ഓൾറെഡി ഏർപ്പാടായിട്ടുണ്ടായിരുന്നു. ഗൈസ് അപ്പോൾ പയ്യെ ഞങ്ങളെല്ലാവരും കയറി ഇരുന്ന് ഞങ്ങളുടെ ഹോട്ടലിലോട്ട് പോകാൻ തുടങ്ങുകയാണ്.
ആണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുകളിലൊരു ടവർ പോലെ എന്തോ സംഭവമുണ്ട്. അത് നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത്. ഇതൊക്കെ ഗോൾഡൻ കളർ ഇരിക്കുന്നത് കണ്ടിട്ട് ഗോൾഡ് ആണോ എന്ന് കറക്റ്റ് എനിക്ക് അറിയത്തില്ല. ആണെന്ന് തോന്നുന്നു. ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ചിലപ്പോൾ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ചെരുപ്പ് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ചെരുപ്പൊക്കെ ഊരി വെച്ച് പയ്യെ നൈസായിട്ട് അതിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് തന്നെയൊക്കെ ഉള്ളത് നോക്കാം. അപ്പോൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ബുദ്ധൻ്റെ ഒരു ഗോൾഡൻ സ്റ്റാച്ചു ആണ് കാണുന്നത്. അപ്പോൾ നമുക്ക് നൈസായിട്ട് അകത്തേക്ക് കയറി നോക്കാം, കുറച്ചുകൂടി അടുത്ത്. അപ്പോൾ ബുദ്ധൻ്റെ ഒരു അടിപൊളി പ്രതിമയുണ്ട്. ഗോൾഡാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ പയ്യെ ഞങ്ങൾ അതിൻ്റെ ഒക്കെ കണ്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പയ്യെ വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഗൈസ് അപ്പോൾ ഇവിടെ ഇവരുടെ എന്തോ ആശ്രമം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൈസ് അപ്പോൾ ഞങ്ങൾ വെളിയിൽ കൂടെ നടന്ന് കാഴ്ചകൾ കാണുമായിരുന്നു. അപ്പോൾ ഗൈസ് ഇതാണ് ഇവിടുത്തെ എന്തോ ടൈപ്പ് വാഴയാണ്, കാണാൻ നല്ല രസമുണ്ട്. ഗൈസ് അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ടെമ്പിളിൽ നിന്ന് പോകുന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ ടെമ്പിളാണ്. ഇതും ബുദ്ധൻ്റെ തന്നെ ടെമ്പിളാണ്. എനിക്ക് തോന്നുന്നു ഇത് മാർബിൾ ബുദ്ധ ടെമ്പിളാണെന്ന് തോന്നുന്നു. ഗൈസ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാം. അപ്പോൾ ചെരുപ്പൊക്കെ ഇവിടെ ഊരിടണം. ഗൈസ് അപ്പോൾ നൈസായിട്ട് അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഗൈസ് അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ബുദ്ധൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്, ഒരു പ്രതിമ. ഗൈസ് ഇവിടുത്തെ ടെമ്പിളിൻ്റെ അകം കാണാൻ അടിപൊളിയാണ്. നല്ല അടിപൊളിയായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഗൈസ് അപ്പോൾ ഞങ്ങൾ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ചുമ്മാ മാങ്ങയൊക്കെ കണ്ടപ്പോൾ വാങ്ങിച്ച് കഴിക്കാൻ വിചാരിച്ചു. ഗൈസ് അപ്പം ഇതിപ്പോൾ മൂന്നാമത്തെ സ്പോട്ടാണ്. ഇതിവിടെ എന്തോ ജം ഗാലറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആ തന്നെയൊക്കെ ഉള്ളത് നോക്കാം. ഗൈസ് ഇപ്പോൾ ഇവിടുത്തെ ഈ രണ്ട് ടേബിളിൻ്റെ രണ്ട് സൈഡിലും ആൾക്കാർ നിന്ന് നെക്ലേസിലും റിങ്ങിലൊക്കെ സ്റ്റോൺ വർക്ക് ചെയ്യുന്നുണ്ട്. ഗൈസ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ജം. കുറേ ടൈപ്പ് ജെംസ് ഉണ്ട്, കുറേ ടൈപ്പ് സ്റ്റോൺ, പല വെറൈറ്റി സ്റ്റോൺ. അങ്ങനെ നമ്മൾ ഈ റിങ്ങയിലും പിന്നെ കുറേ പേളുണ്ട്.
നമ്മൾ നെക്ലേസിൽ റിങ്ങിലൊക്കെ വെക്കുന്ന ടൈപ്പ് ഓരോ സ്റ്റോൺ. ഗൈസ് ഇപ്പോൾ ഞങ്ങളെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. അപ്പം സ്റ്റോൺ വെച്ചും ഡയമണ്ട് പേൾ ഇതൊക്കെ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ ജ്വല്ലറീസ് കാണിക്കാനായിട്ട്. ഗൈസ് അപ്പോൾ ഇതിൻ്റെ മുന്നിൽ തന്നെ ചെയ്തിട്ടുണ്ട് വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ജ്വല്ലറി സ്റ്റോറിന്. ഗൈസ് അപ്പോൾ ഞാൻ നിങ്ങളെ മൊത്തം ഷൂട്ട് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ പുള്ളി പറഞ്ഞു അതൊന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ല, അങ്ങനെ എല്ലാം വില കൂടിയ ഐറ്റംസാണ്, ലക്ഷങ്ങളും കോടികളും വില മതിക്കുന്ന കുറേ ജ്വല്ലറി സംഭവങ്ങൾ, അപ്പം അതൊന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ഉള്ള ഈ പേള്, നല്ല വില കൂടിയ ഡയമണ്ട്, അങ്ങനെ ഓരോ സ്റ്റോൺ വെച്ചുണ്ടാക്കിയ ജ്വല്ലറീസാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ 7-11 വന്ന് കുറച്ച് ലേസ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഹോട്ടലിൽ പോയി കഴിക്കാണ്ട് വാങ്ങിച്ച് ഞങ്ങൾ ഹോട്ടലിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.